ഒരു സംഘടന വിദേശ സ്രോതസ്സിൽ നിന്നുള്ള പണമോ മറ്റ് സംഭാവനകളോ ആയ ഒരു പ്രത്യേക സാമ്പത്തിക വിഭവം ലഭ്യമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് FCRA പ്രസക്തമാകുന്നത്. 2024-25 കാലയളവിൽ ഏകദേശം 16,200 സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുകയും ഏതാണ്ട് 22,963 കോടി രൂപ വിദേശ സംഭാവനയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശ ധനസഹായം സാധാരണ ആഭ്യന്തര ഫണ്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആഭ്യന്തര സംഭാവനകളും പുറത്തുനിന്ന് വരുന്ന പണവും തമ്മിൽ വേർതിരിച്ച് കാണുന്നതിന് ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തിന് ന്യായമായ കാരണങ്ങളുണ്ട്. വിദേശ സംഭാവനകൾക്ക് വലിയ പൊതു നന്മകൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് സത്യമാണ്. അവയ്ക്ക് ആശുപത്രികൾ നിർമ്മിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ സഹായിക്കാനും ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ധനസഹായം നൽകാനും പിന്നാക്ക സമൂഹങ്ങളെ കൈപിടിച്ചുയർത്താനും സാധിക്കും. അതോടൊപ്പം രാഷ്ട്രീയ ഇടപെടലുകൾ, രാജ്യത്തിലെ സ്വാധീന ശൃംഖലകൾ, മതം, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഉടനെയോ അല്ലെങ്കിൽ ദൂരവ്യാപകമായോ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ വിദേശ പണം ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വലിയ വിദേശ സാമ്പത്തിക സ്രോതസ്സുകൾ സ്വീകരിക്കുന്ന സംഘടനകൾ പണം എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ആരാണ് അത് നിയന്ത്രിച്ചതെന്നും പ്രഖ്യാപിത ആവശ്യങ്ങൾക്കു വേണ്ടിയാണോ അത് ചെലവഴിച്ചതെന്നും വെളിപ്പെടുത്തേണ്ടതുണ്ട്. ആ തത്വമാണ് FCRA ചട്ടക്കൂടിൻ്റെ അന്തസത്ത. വിദേശ ഫണ്ടിംഗ് അനുവദനീയമാണ്, എന്നാൽ പ്രയോഗത്തിൽ കൃത്യമായ സുതാര്യത ആവശ്യമാണ്.